മലയോര കർഷക പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണമെന്നാവശ്യപ്പെട്ട് ജില്ലയിൽ മലയോര ജാഥയുമായി കേരള കോൺഗ്രസ് എം. ജീവനാണ് വലുത് മനുഷ്യജീവൻ എന്ന മുദ്രാവാക്യമുയർത്തി കേരള കോൺഗ്രസ് എം മാർച്ച് 27-ന് ഡൽഹിയിൽ പ്രതിഷേധ ധർണ നടത്തുന്നുണ്ട്. ഡൽഹി ധർണയുടെ മുന്നോടിയായാണ് പാലക്കാട് മലയോര ജാഥ നടത്തുന്നത്. 3 ദിവസങ്ങളിലായി ജാഥ ജില്ലയിൽ പര്യടനം നടത്തും. മനുഷ്യൻ അധിവസിക്കുന്ന ഭൂമിയിലേക്ക് കടക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം ജനങ്ങൾക്ക് നൽകണമെന്നാണ് ജാഥയുടെ ആവശ്യം. പാലക്കാടിന്റെ മലയോര മേഖലയിലൂടെ നടത്തപ്പെടുന്ന ജാഥയുടെ ഉദ്ഘാടനം കാമ്പ്രത്തച്ചളയിൽ നടന്നു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ എംഎൽഎയുമായ സ്റ്റീഫൻ ജോർജ് ജാഥ ഉദ്ഘാടനം ചെയ്തു. വനം വന്യജീവി നിയമത്തിൽ പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. അവർ ഡൽഹിയിൽ പാർലമെന്റ് മാർച്ചും ധർണയും നടത്തും. എന്താണ് നമ്മുടെ ആവശ്യം? കേരളത്തിലെ നൂറുകണക്കിന് ജനങ്ങൾ അപകടത്തിൽപ്പെടുന്ന കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന ഈ ക്രൂരമായ സംഭവങ്ങൾ മാറ്റണമെങ്കിൽ 1972 ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് പാർലമെന്റിൽ പാസാക്കിയ വനം വന്യജീവി സംരക്ഷണ നിയമം 1972 ആ നിയമത്തിൽ ഭേദഗതി ഉണ്ടാകണമെന്നാണ് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ കേരളത്തിലെ വനപാലകരും ഉദ്യോഗസ്ഥരും കൈ കഴുകി നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ നിർവാഹമില്ലെന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കോതമംഗലത്തിൽ ബൈക്കിൽ തന്റെ കുഞ്ഞുമായി 5 വയസ്സുള്ള കുഞ്ഞുമായി യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരാന ആ കുഞ്ഞിനെ പിടിച്ച് എറിഞ്ഞ് കൊലപ്പെടുത്തി. ഇങ്ങനെ മനുഷ്യന്റെ മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ദുഃഖകരമായ നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ അഡ്വക്കേറ്റ് കെ കുശലകുമാരൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ ശശിധരൻ, ജില്ലാ സെക്രട്ടറി ഓഫീസ് ഇൻചാർജ് തോമസ് ജോൺ കാരുവള്ളി, നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി.പി. ഉല്ലാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് നയിക്കുന്ന ജാഥ ജില്ലയിലെ 7 നിയോജകമണ്ഡലങ്ങളിലുള്ള 14 പഞ്ചായത്തുകളിലെ 36 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. 23-ന് കടമ്പഴിപ്പുറത്ത് ജാഥ സമാപിക്കും. സമാപന സമ്മേളനം ജോബ് മൈക്കിൾ എം.എൽ.എ ഉദ്ഘാടനം ചെയ്യും. UTV ന്യൂസ്, പാലക്കാട്.